ഇല്ല, ഗുളിക തന്നില്ല. ഗുളിക കൊടുത്തില്ല? എനിക്കെങ്ങനെ അറിയാം? അല്ലോ അത് തന്നെ മറന്നുപോയി കേട്ടോ. ആ ഗുളിക കഴിക്കാത്തോണ്ടാണെങ്കിൽ നമ്മളിത് എഴുതി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിഷയം ഔട്ട്ഡേറ്റഡ് ആയി പോവും. സാർ ഇതിന് മുമ്പേ പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ സാറേ. നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെച്ചിട്ടല്ല, നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണല്ലോ ഞങ്ങളെപ്പോലുള്ളൊരു സോളാർ വെച്ചത്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എഴുത്തുകാരന് കുറച്ച് ഉത്തരവാദിത്തം കൂടി എന്ന് നമ്മൾ വാക്കാൽ പറയുന്നെങ്കിലും എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റപ്പെടുകയാണ്. നീലം മേടിക്കണ്ട, മഞ്ഞ മേടിക്കണ്ട. എടാ അരി വെളിച്ചിട്ടല്ലേ, എനിക്ക് ഒരു കിലോ അരി മേടിച്ചൂടാ. അങ്ങോട്ട് അരി മേടിച്ചൂടാന്ന്. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്നവനും ചിരിക്കും. കൊളസ്ട്രോൾ ഒരേ ദിവസം തന്നെ മാറി മാറി വരുന്നുണ്ടെങ്കിൽ അത് മറ്റേ തന്നെയാണ്. ക്യാൻസർ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് കരുനാഗപ്പള്ളിയിലാണ്. മലയാളി ടി വി പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ കാലമായി കൃത്യമായി പതിഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. ഈ മറിമായത്തിലെ എഴുത്തുകാരനെ ആണ് ഇന്ന് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് പരിചയപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളിക്കാരനായ ഷിഹാബുദ്ദീൻ അഥവാ മറിമായത്തിൻ്റെ എഴുത്തുകാരൻ ഷിഹാബ് കരുനാഗപ്പള്ളി. നമസ്കാരം. നമസ്കാരം. സാർ, ഈ മറിമായം ആ പേര് കേൾക്കാത്തവരോ ആ പ്രോഗ്രാം കാണാത്തവരോ കേരളത്തിൽ മലയാളികൾ വളരെ കുറവാണ്. കേരളത്തിലെന്നല്ല, മലയാളി ഇവിടെ ഉണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ പക്ഷേ പ്യാരിജാതൻ ആരാണെന്നറിയാം, അല്ലെങ്കിൽ മൊയ്തു, കോയ, അല്ലേ, അല്ലെങ്കിൽ സുമേഷ്, പിന്നെ രാഘവേട്ടൻ, മണ്ടോദരി എന്നൊക്കെ തുടങ്ങി ധാരാളം കഥാപാത്രങ്ങളെ, അതായത് അതിൽ മുഖം കാണിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളുള്ളവരെ പോലും അറിയാം. തൊട്ടയൽവക്കക്കാരനെ പോലെ അറിയാം, അല്ലെങ്കിൽ കുടുംബാംഗത്തെ പോലെ അറിയാം. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ടി വി പ്രേക്ഷകരുടെ അവസ്ഥ. പക്ഷേ ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാരില്ലേ. ഈ പാരിജാതൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി ഈ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട തീം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലുമുള്ള അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിലുമുള്ള വിഭവം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സാറ് ഷിഹാബ് കരുനാഗപ്പള്ളി. ഏതാണ്ട് പ്രധാനപ്പെട്ടതാ. അതെ, കാരണം എഴുത്താണല്ലോ ഇത്തരം ടി വി ഷോകളുടെ നട്ടെല്ലെന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ ഈ ഒന്നാമത് ഇത്തരം ഷോകളുടെ ഒരു ശൈലി അനുസരിച്ച് കഥാപാത്രങ്ങൾ മാറുന്നില്ല, പക്ഷേ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ തീം വരണം. ഒരു PSCക്കൊക്കെ പഠിക്കുന്ന, ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കുട്ടിയുടെ ജാഗ്രത വേണം ഇത് എഴുതണമെങ്കിൽ. പത്രം വായിച്ചുകൊണ്ടിരിക്കണം, ജനങ്ങൾ പറയുന്നത് മാറിയിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു പ്രശ്നം, ഇതൊരു സറ്റയർ ആകുമ്പോൾ ഇതിനകത്ത് നർമ്മപ്രാധാന്യമുണ്ട്. നമുക്ക് സീരിയസ് എഴുതുന്ന ഭയങ്കര ഈസിയാണ്. തീർച്ചയായും ചിരിപ്പിക്കുന്നത് വലിയ പാടാണ്. അത് നമ്മൾ മാത്രം ചിരിച്ചാൽ പോരാ, നമ്മൾ ചിരിച്ചാൽ പോരാ, കാണുന്നവൻ ചിരിക്കണം. അതും ഇനിയിപ്പോൾ ഏത് സീരിയസ് സബ്ജക്റ്റ് ആയാലും അതിനകത്ത് നർമ്മത്തിന്റെ ഒരു അംശം ചേർത്തേ ചെയ്യും, എങ്കിലേ സറ്റയർ ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് സറ്റയറും അല്ല, ട്രാജഡി അല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതെ, ആക്ഷേപഹാസ്യമുണ്ട്, അധിക്ഷേപഹാസ്യമുണ്ട്. അതെ അതെ. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്നവനും ചിരിക്കും. തീർച്ചയായും. അധിക്ഷേപം അങ്ങനെയല്ല, ഒരാളെ മൃഗീയമായി. പക്ഷെ ഇതങ്ങനെയല്ല. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് എഴുതാൻ. അതെ അതെ. ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ഈ പത്രങ്ങളിലൊക്കെ പോക്കറ്റുകൾ ഉണ്ടായിരുന്നു, കുഞ്ചിക്കുറുപ്പ് അതുപോലുള്ള, അല്ലെങ്കിൽ പിന്നെ മാതൃഭൂമിയില് ഉള്ള ഇതിന്റെയൊക്കെ ഒരു വികസിത രൂപമാണ് ശരിക്കും ഈ സിറ്റ്കോംസ് പലപ്പോഴും. ഇപ്പം മറിമായം പോലുള്ള രാഷ്ട്രീയമാണ് പലപ്പോഴും, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളാണ് എല്ലായ്പ്പോഴും കൈകാര്യം ചെയ്യുക. സാമൂഹ്യ വിഷയങ്ങളായിരിക്കണം ആ ഒരു പ്ലാറ്റ്ഫോം. അതാ. ഒരേ സമയം നമ്മൾ അതിനെ ആസ്വാദ്യകരമായ രീതിയിൽ വിളമ്പുന്നതിനോടൊപ്പം തന്നെ ഇതിലൊരു ശരിയില്ലേ എന്നൊരു ചിന്ത കാണുന്നവന്റെ മനസ്സിൽ വരണം. എങ്കിലേ ഇത് ജയിച്ചു എന്ന് പറയാൻ കഴിയൂ. ഈ ഒരു കോമ്പിനേഷൻ, ഈ ചിന്തയും ആ തോന്നൽ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരണമെങ്കിൽ എഴുത്തുകാരൻ്റെ ജോലി വളരെ വലുതാണ്, വളരെ കൂടുതലാണ്. അത് സാറ് വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവണമല്ലോ. തീർച്ചയായും. അത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എഴുത്തുകാരന് കുറച്ച് ഉത്തരവാദിത്തം കൂടി എന്ന് നമ്മൾ വാക്കാൽ പറയുന്നെങ്കിലും എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റപ്പെടുകയാണ്. നമുക്കറിയാം എന്തെഴുതിക്കൂടാ, എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളത് ഇത്ര നാളത്തെ പരിചയം കൊണ്ടാ. പരിചയത്തിൽ നമ്മൾ നേടിയതാണ് അത്. നമുക്ക് എങ്ങനെ എഴുതിയാൽ ഇത് പോകും, 20-22 മിനിറ്റിനകം ഇതെങ്ങനെ കൊണ്ട് നിർത്തണം. പിന്നെ വേറെ ചില വെല്ലുവിളികൾ മറിമായി എഴുതുന്നവർക്കുണ്ട്. ഒന്ന്, നമ്മളിപ്പം ഒരു കേരളത്തിലെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ്,
ഈ മാസത്തിൽ 4 ദിവസമോ 8 ദിവസമാണ് എൻ്റെ ഷൂട്ട് വരുന്നത്, 2 ഷെഡ്യൂളിൽ. ഓക്കെ. നമ്മളിത് എഴുതി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിഷയം ഔട്ട്ഡേറ്റഡ് ആയി പോവും. അതുകൊണ്ട് പല വിഷയങ്ങളും നമുക്ക് എഴുതാനും പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം നമ്മളല്ലാത്ത ഒരു സീരിയലാണ്, അന്നത്തെ ദിവസം 10 ആർട്ടിസ്റ്റുകൾ, അന്നത്തെ 4 പേരെ ഉള്ളത് 4 പേർക്ക് എഴുതിയാൽ മതിയല്ലോ. ഇതിലുള്ള 8 or 10 ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അവരുടെ എല്ലാം കഥാപാത്രങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ചിലപ്പോൾ നമുക്ക് ഈ 10 പേര് തികയാതെ വരും, ചിലപ്പോൾ ഒരു 6 പേര് മതിയാവും. അവിടെ ഈ 4 പേരെ ബാക്കി നമ്മൾ ചേർക്കുന്നത് നമ്മൾ എഴുതുന്ന വിഷയത്തിൽ വെള്ളം ചേർത്തൊക്കെ ഡയല്യൂട്ടാക്കി അവരെ ചേർക്കാൻ പറ്റും, ഇവരിലേക്ക് കൂടി എത്തിക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഈ മറിമായി എഴുതുന്നതിൻ്റെ ഉണ്ട്. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വിഷയം ഏതായാലും, വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ സാധാരണ ജലദോഷം മുതൽ 2ാം ലോക മഹായുദ്ധം വരെ ആയിക്കോട്ടെ, പക്ഷെ ഈ കോയയിലും ഈ പാരിജാതനിലും ഈ സത്യശീലനിലും ഒക്കെ വേണം. കാരണം അവരെന്താണെന്ന് പ്രേക്ഷകന്റെ മനസ്സിലൊരു പിക്ചറുണ്ട്. ഇപ്പോൾ ഇതാണ് സത്യശീലൻ, അല്ല ഇതാണ് കോയ, അല്ലെങ്കിൽ ശീതളൻ, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഇതാണ്. പക്ഷെ ഇവരിലൂടെ വേണം പറയാൻ, അത് വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ ഒരു അഡോൾഫ് ഹിറ്റ്ലർ ഇരിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു നാട്ടിലെ പനിക്കാരനിരിക്കുന്നു, ഇത് എന്തും ആയിക്കോട്ടെ ഇവരിലെത്തിക്കണം, അവരതെത്തിക്കണം. പക്ഷെ അവർ അവരുടേതായ ഒരു ക്യാരക്ടറിനെ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിസൈൻ ആക്ച്വലി അവരുടെ പ്രകടന മികവ് കൊണ്ട് പ്രേക്ഷകൻ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്കൊരു ചെറിയ യോജിപ്പ് കുറവ്, അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ അല്ല, ഈ മറിമായത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്തെ ഒരു കഥാപാത്രം സത്യശീലൻ, അതിൻ്റെ ആർട്ടിസ്റ്റ് എന്നും ഒരാളായിരിക്കും, മണികണ്ഠൻ. പക്ഷേ ഇന്ന് സത്യശീലൻ ചെയ്യുന്ന ജോലിയല്ല നാളെ അടുത്ത എപ്പിസോഡിൽ സത്യശീലൻ. എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ആവർത്തന മടുപ്പോ വിരസതയോ ഒന്നും തോന്നാത്തതും ആ ഒരു ഘടകം കിടക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഇത്തവണ മാഷാണെങ്കിൽ നാളെ കള്ളൂടിയനായിരിക്കും. പക്ഷെ അവിടെ ഈ സത്യശീലൻ എന്നുള്ള ഒരു പേരും ഫിഗറും അല്ലാത്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ആസ്വാദ്യത വർദ്ധിക്കുന്നത്. അതെ, തീർച്ചയായും. അത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഏതൊരു കഥാപാത്രത്തെയും ഈ രൂപത്തിലേക്ക് കൊണ്ട് എത്തിക്കണ്ടേ. അതായത് കഥാപാത്രം നമ്മൾ വാട്ടറിന്റെ ഫോമിലാക്കുക, കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പി പോലെ ഇരിക്കുക, ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ ഏതിലാണ് ഉൾക്കൊള്ളുന്നത് ആ ഷേപ്പിലാക്കി, ആ ഷേപ്പിലെ കഥാപാത്രത്തെ മാറ്റണമെങ്കിൽ ഇവിടെ ഈ എഴുത്തുകാരന്റെ ലോഡല്ലേ കൂടുതൽ. എഴുത്തുകാരന്റെ ലോഡുണ്ട്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും. അല്ല, ആർട്ടിസ്റ്റ് സത്യശീലനാണ്. ആ സത്യശീലനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സത്യശീലനാക്കണമെങ്കിൽ നമ്മൾ തന്നെ എഴുതി പ്രതിഫലിപ്പിച്ചെങ്കിലേ പറ്റൂ. എഴുത്തുകാരന്റെ ജോലി അവിടെ കൂടുതലാണ്. കാരണം ഇവിടെ ഒരു ഡയറക്ടറും അതേസമയം ആർട്ടിസ്റ്റും കൂടി ഈ കോയയെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പുതിയ ക്യാരക്ടറിന്റെ കൊണ്ടൊഴിക്കുകയാണ്. അത് ഫിറ്റാവണം, അതിന് ചേരണം, ആ പാത്രത്തിൽ ചേരണം. അതൊക്കെ നമ്മൾ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും എഴുതുമ്പോൾ അതൊക്കെ അങ്ങ് സംഭവിച്ചോളൂ. അത് ഒരുപക്ഷെ അത് എഴുത്തുകാരൻ്റെ ടാലന്റ് എന്ന് ഞാൻ പറയും. എഴുത്തുകാരൻ്റെ ടാലന്റ് എന്ന് പറയാം. കാരണം ഇങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റിയുടെ ഈ രൂപങ്ങളിൽ നിന്നാണ് നമ്മൾ ഏകരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു വിഷയമല്ലേ. പ്രത്യേകിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു സോഷ്യൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോൾ. ഇപ്പൊ സ്കൂളിലെ കുട്ടിയെ മർദ്ദിച്ചൊരു കേസാണെങ്കിൽ ഇവരൊക്കെ സ്കൂളിലെ സ്റ്റാഫാണ്, രക്ഷകർത്താവാണ്. ഇനി അടുത്ത ദിവസം പറയുന്നത് ഒരു റേഷൻ കടയിലെ വിഷയമാണെങ്കിൽ ഇവര് റേഷൻ കട അരിപ്പിക്കാൻ വരുന്നതാണ്. അവിടുത്തെ സ്റ്റാഫും പഞ്ചായത്ത് മെമ്പറും ഒക്കെയാണ്. അതായത് ആർട്ടിസ്റ്റിനെ അല്ലെ കഥാപാത്രത്തെ വളരെ വൈവിധ്യമായ മേഖലകളിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഇതിന് സോഷ്യൽ ഒബ്സർവേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ നമ്മൾ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ചില സംഭവങ്ങൾ അറിഞ്ഞുകൂടാമെങ്കിൽ അത് അറിയാവുന്നവരാരും അന്ന് കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും എടുക്കും. അതെ, അതിന്റെ അന്വേഷണം ഉണ്ടെങ്കിൽ ചില കഥാപാത്രങ്ങളൊക്കെ വെരി ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തെറ്റാൻ പാടില്ലല്ലോ. പാടില്ല. ചില ഡീറ്റെയിൽസ് അങ്ങനെ വസ്തുതയ്ക്ക് വിരുദ്ധം ആകാൻ പാടില്ല. അതെ, ചില സ്കൂളിൻ്റെ ഒക്കെ എനിക്കത് ഇതുപോലെ ഏതോ ഒരു പ്രോഗ്രാമിൽ, ഞാൻ പ്രോഗ്രാം ഇപ്പോൾ ഓർക്കുന്നില്ല, മുമ്പ് ആലോചിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് തെറ്റാണല്ലോ. ഇത് ആ ഒരു സെക്കൻഡിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്, ഇത് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അത് ആ പ്രോഗ്രാമിനെ ആകെ വിലയിരുത്താൻ
ഒരു കാരണമാവും. ആ ഒറ്റ എപ്പിസോഡിൽ ഒരൊറ്റ ഡയലോഗിൽ സംഭവിച്ച പിഴവാണത്. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു പോയാൽ ഇത് മൊത്തം തെറ്റായിരിക്കും പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ആർട്ടിസ്റ്റുകൾ ഇത് ഡയലോഗ് ബൈഹാർട്ട് ചെയ്തിട്ട് അവർ ഇംപ്രവൈസ് ചെയ്ത് പറയുമ്പം പക്ഷെ അത് ആവശ്യമാണ്, അതിന് ഇത് മെച്ചപ്പെടുന്നതിന് നല്ലതാണ്. പക്ഷെ ചില സമയത്ത് അത് നെഗറ്റീവായിട്ട് വരും. ഏതോ ഒരു എപ്പിസോഡിൽ ട്രഷറി ഓഫീസറോട് പറയുന്ന അച്ഛൻ്റെ പെൻഷനറാണ്, അവൻ വന്നിച്ച് പറയുമ്പം ആ പെൻഷൻ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് അച്ഛൻ എഴുതി തന്നാലേ നിനക്ക് തരാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അച്ഛൻ ചെന്നിട്ട് ഈ പെൻഷൻ അങ്ങോട്ട് കൊടുത്തേന്ന് പറഞ്ഞാൽ ട്രഷറി ഓഫീസർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ചിലപ്പോൾ ഇംപ്രവൈസേഷന് വരുന്ന ചില മിസ്റ്റേക്കുകളാണ്. അപ്പൊ ഇത് ഇപ്പൊ സാർ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം, ഒരു സ്ക്രിപ്റ്റിങ്ങിലുള്ള ഒരു പ്രത്യേകത, ഈ ആർട്ടിസ്റ്റിന്റെ ഡയലോഗ് ഇത് എന്തായാലും സ്പോട്ട് ഡബിങ് ആണ്, ഇല്ലേ, അപ്പോൾ തന്നെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുകയാണല്ലോ. അപ്പൊ ഇവരുടെ അഭിനയത്തിനും ഇവർ പറയുന്ന വർത്തമാനത്തിനും കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ, എന്നാലേ ഇത് പരിപാടി പൂർണ്ണമാവുള്ളൂ. അല്ലെ നമ്മുടെ ഡയലോഗ് അപ്പടി കാണാതെ പഠിച്ച് പറഞ്ഞാൽ അതെ ഒരുമാതിരി കണ്ണീർ സീരിയൽ പോലൊക്കെ ആയി. മാത്രമല്ല ഇതിന്റെ കാണാൻ ഭംഗി ഈ മൾട്ടി ക്യാമറ സിസ്റ്റവും ഈ പിന്നെ സ്പോട്ട് ഡബിങ്ങും ആയതുകൊണ്ടാണ്. കാരണം അതിന് ലൈഫ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഡയലോഗ് എന്ന് വിളിക്കുന്ന ഒരു പരിപാടി ഇല്ലാതെ എന്നാ ഡയലോഗ് ഉണ്ട് താനും. ഇതാണല്ലോ പോകുന്നത്. മറിമായത്തിന്റെ പിന്നണിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം.